hello friends, good morning, good afternoon. Hi, hello my dear friends, good morning. How are you today? Have a nice day. My dear friends, തത്തമസി Morning. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. God bless you. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീലാകാശം, രാത്രി നീലാകാശം, മനോഹരമായ സൂര്യൻ അല്ല മഞ്ഞ സൂര്യൻ, പച്ചക്കടൽ, റേഷൻ പീടിക, മണ്ണെണ്ണ, തത്തമസി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഓ സാമിയ ശർമ്മ തത്വമസ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. തത്തമസി, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോ യോ അങ്ങനെ പറയില്ല, ഞാൻ പറയട്ടെ. എനിക്ക് വാ, എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ പെൻഷൻ ഒന്നും കൊടുക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത് കേട്ടത്. പിന്നെ എന്താ ഇയാളൊന്നും പണിക്ക് പോകാത്തെ? ഇപ്പൊ സത്യം പറഞ്ഞാൽ പിള്ളേരെല്ലാം പോയി അമ്മാവന്മാരെ കളിയാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമില്. എന്നാലും നാടൻ നോക്ക്. ഒന്നും പറയണ്ടെന്നും പറഞ്ഞിട്ട് പോയിട്ട് ആടുള്ള ഗേറ്റുമ്പോ പിടിച്ചിട്ട് തൂങ്ങുന്നു. റൊമാൻറ്റിക് ആയിരിക്കുമല്ലേ, ഇത് റൊമാൻറ്റിക് ആയിരിക്കുമല്ലേ. ഒന്നും പറയണ്ടെന്നും പറഞ്ഞിട്ട് ഗേറ്റിന്റെ മുകളിൽ പിടിച്ചിട്ട് തൂങ്ങുന്ന റൊമാൻറ്റിക് ആയിരിക്കുമല്ലേ. പേടിക്കണ്ട, ഇപ്പൊ ആർക്കും പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. പെൻഷൻ എല്ലാം മുടങ്ങി എന്നാ പറയുന്നത് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസം കൂടിയാ സഹിക്കണ്ട്. ഇവരെല്ലാം മണിക്ക് പോയിക്കോളും. ഇത് മാത്രല്ല വേരി, അതിന്റെ ബാക്കിയുണ്ട്. ബാക്കിയും കൂടി പാട്. രാവിലെ തന്നെ നല്ലോണം വെള്ളാപ്പവും കറിയും തിന്നിട്ട് ആമ്പക്കം വിടുന്ന പോലെ ഇതെല്ലാം കുറച്ച് ദിവസം കൂടെ ഉള്ളു. പെൻഷൻ മുടങ്ങി, എല്ലാരുടെ പെൻഷനും മുടങ്ങി. എല്ലാരും ഇപ്പൊ എണീച്ച് പണിക്കൂ. അതിനേതോ ഒരു വീടിൽ ഇയാളെ കുടുംബത്തിലുള്ള വേറെ ഏതോ ഒരു ചെക്കനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇതേ പാട്ട് പാടിയിട്ട്. പിന്നെ ബാക്കി പാടാ, ബാക്കി പാടൂല. ഇപ്പൊ മൊത്തം വെല്ലിപ്പമാറാ കളിക്കുന്ന. ചെറിയ പിള്ളേരെല്ലാം പോയി. ഒന്നും പറയില്ല, അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമായി. പിന്നല്ലേ ഞങ്ങളൊക്കെ നാട്ടിൽ ഇതിന് ആസ്പത്രിയിൽ നിന്ന് കിട്ടണ മരുന്ന് എന്ന് പറയട്ടോ. നിങ്ങളൊക്കെ നാട്ടിൽ ഇത് എവിടുന്ന് കിട്ടുക? ആസ്പത്രിയിൽ നിന്ന് കിട്ടുക. ഞങ്ങളൊക്കെ നാട്ടിൽ ആസ്പത്രിയിൽ നിന്ന് കിട്ടുക. അറിയുന്നില്ല, ആരെല്ലാം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ വല്യപ്പ മീൻ മാർക്കറ്റ് ഞാൻ പിന്നെ ബാർബർ ഷോപ്പ് ഈ സാധനം വായിക്കല്. എന്തേനു നമ്മളെ നാട്ടിൽ ആസ്പത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നാന്ന് പറയല് പോലും ആസ്പത്രിയിൽ നിന്ന് പോലും ഇത് വായിക്കല്. നമ്മൾ എഴുതാൻ വായിക്കല്. ഇതെന്താ ഈ പറയുന്നത്? പൊട്ടനാണോ അല്ല അഭിനയിക്കുന്നതാണോ? അങ്ങനെ ആണെങ്കിൽ പറ്റുവാണെങ്കിൽ അതിന്റെ അടിയിലൊന്ന് എഴുതി വെക്കുന്നത്. പിന്നെ നമുക്ക് തെറ്റിയിരിക്കണ്ടല്ലോ ഇത് പൊട്ടനാന്നുള്ള കാര്യം. ആസ്പത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്ന് നിങ്ങൾ എഴുതാൻ വായിക്കുന്നത്. പ്രാവശ്യം പിടിയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടേ വെറുതെ. എങ്ങനെയാടാ ഇത്ര ആൾക്കാർ അതിന്റെ ബാക്കിൽ നിൽക്കും? ഇയാൾക്ക് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ ഡാൻസ് കളിക്കാൻ? ഇയാൾ ഇത്രയും കാലം ആരാ റൂമിലായിട്ട് പൂട്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇത് ബീച്ച് കാണാത്ത കളി കളിക്കുന്നു. ഈ ബീച്ചിൽ വന്നിട്ട് അവരല്ല ഫുള്ള് വെല്ലുപ്പമാർ അമ്മാമാരെല്ലാം കളിയാണ് ഇൻസ്റ്റാഗ്രാമില്. പിള്ളേരെല്ലാം പോയി. ഒരുത്തൻ ആസ്പത്രിയിൽ നിന്ന് കിട്ടുന്ന എഴുന്ന വേറെ ഇടന്ന് കിട്ടുന്ന ചോദിക്കുന്നു. വേറെ അടുത്ത ബീച്ചിൽ വന്നിട്ട് ബീച്ച് കാണാത്ത കളി കളിക്കുന്നു. ഇതെല്ലാം എന്ത് നായത്? ഞാൻ ഈ തെങ്ങിന് വേണ്ടിയിരുന്ന് കാവലയ്യ പാട്ട് പാടാൻ പോണം. എന്റെ ഈ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ 1 മണിക്കൂറിന് വൈറലായാലും ഞാൻ ഈ തെങ്ങിന് കൈവിട്ട് ആത്മഹത്യ ചെയ്യും. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. ഞാൻ തെങ്ങിന്റെ ഏറ്റവും മണ്ടയിലാണ് കയറിയിരിക്കുന്നത്. ഈ തെങ്ങിന്ന് കൈവിട്ട് ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ഇനി നല്ല തെങ്ങുമല തേങ്ങ വിട്ടായിട്ട് ചത്തായി. ഞാൻ ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വേറെ നല്ല പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും കുറെ ആൾക്കാർ പിടിച്ചിരിക്കുന്നത്.
ഗൈസ് ഇന്ന് ദീപാവലിയാണ് ഗൈസ്. ദീപാവലിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് അറിയില്ല. എനിക്ക് ആ തലേന്റെ മുകളിലുള്ള ആ സാധനം കാണുമ്പോൾ ഒരു ഊത് കത്തിച്ച് തീ കൊടുക്കാൻ പൂതിയാണ്. എന്നാലും ഇതെങ്ങനെ ഇങ്ങനെ ഈ മുടി വന്നത്? അത് സത്യം പറഞ്ഞ ഈ മുടി ഇവിടെ അല്ലല്ലേ ശരിക്കും വരേണ്ടത്. പറ്റുന്നില്ല മോനെ, പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. അപ്പൊ സത്യം പറഞ്ഞ ഈ ലുക്കൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഭാഗ്യം വേണം, ഭാഗ്യം. ഇതാണെങ്കിൽ ലുക്കും ഇല്ല, ഭാഗ്യം ഇല്ല, ഒരു പണ്ടാരവും ഇല്ല. എല്ലാരും ഇങ്ങനെ മൂഞ്ചി കുത്തി കണ്ടു ഇങ്ങനത്തെ വീഡിയോ. വേറെന്ത് ചെയ്യാനാ? അല്ല ഹയവാനുൽ ഇന്ദൽ ജബ്ബാറുൽ ദജ്ജാൽ. വെണ്ടലിലെ ഫോറാംസ് ആണ് ഉദ്ദേശിച്ചത്. ശരിക്കും ദജ്ജാലിനെ പോലെ ആയിട്ടുണ്ട്. ഈ കാർട്ടൂണെല്ലാം ഒരു പരിധി വരെ കാണാൻ പറ്റും, അത് കഴിഞ്ഞാൽ നിർത്തിക്കോണം, അല്ലെ ഇതേപോലത്തെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. എന്തെല്ലോ ഇങ്ങനെ കളിക്കാനല്ലോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ മനസ്സിൽ മാത്രമേ ഉദ്ദേശം വരുന്നുള്ളൂ. പുറത്തേക്ക് ആ സംഭവം അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇങ്ങനെ കളിക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ കളിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തോണ്ടാണോ എന്നറിയില്ല. മനസ്സിൽ സംഭവം അങ്ങനെ കളിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് ആ സംഭവം അങ്ങ് വരുന്നില്ല. ഞാൻ പറയില്ലേ, കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കണ്ടു. പെൻഷൻ ഇല്ല, ഇപ്പൊ ആർക്കും പെൻഷൻ ഇല്ല. ഇവരെല്ലാം ഇപ്പൊ എണീച്ച് പണിക്കൂ. ഗൈസ് ഈ വീഡിയോ കുറച്ച് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി എന്റെ ചാനൽ ഒരു സ്ട്രൈക്ക് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് നല്ല വീഡിയോസ് ഇടാൻ പറ്റാത്തത് ഗൈസ്. അത് പോയി കിട്ടുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നല്ല വീഡിയോസ് ഇട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഞാൻ എന്റെ ഗെയിമിംഗ് ചാനലിൽ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.